ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്ന ദേവാലയത്തിൻ്റെ അകത്തും പുറത്തുമായി 3000-ലധികം ലോക മഹാന്മാരുടെ മൃതദേഹം അടക്കിയിട്ടുണ്ട്. ആ കല്ലറകളെല്ലാം ഇന്നും ഭദ്രമായി അടഞ്ഞു തന്നെ കിടക്കുന്നു. എന്നാൽ ജെറൂസലേമിലെ ഒരു കല്ലറയുടെ വാതിലിൽ മാത്രം ഒരു കുറിപ്പുണ്ട്: അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ഉത്ഥാനശേഷം ഒരു ദൂതൻ ചില സ്ത്രീകളോട് പറഞ്ഞ പ്രസ്താവനയാണ് ആ കുറിപ്പ്. ഇന്ന് ബൈബിൾ ഡയറി കുറിപ്പ് അവതരിപ്പിക്കുന്നത് ഏതാനും ദിവസങ്ങളിലേക്കെങ്കിലും യേശുവിൻ്റെ ഭൗതിക ശരീരത്തെ മറച്ചു പിടിച്ച തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു കല്ലറയാണ്. ഒറ്റപ്പാറയിൽ വെട്ടിയെടുത്ത ഒരു കല്ലറ. അരിമത്യക്കാരനായ ജോസഫിൻ്റെ മനോഹരമായൊരു തോട്ടത്തിൻ്റെ മധ്യത്തിലാണ് എൻ്റെ സ്ഥാനം. തെല്ലകലെ ഒരു തലയോട്ടിക്കുന്ന് കാണാം. എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നും ലത്തീൻ ഭാഷയിൽ കാൽവറി എന്നുമാണ് ഈ കുന്നിൻ്റെ പേര്. ബ്രിട്ടീഷ് മേജർ ജനറലായിരുന്ന ചാൾസ് ജോർജ് ഗോർഡനാണ് യേശുവിൻ്റെ ക്രൂശീകരണ സ്ഥലം ഇതുതന്നെയാകാം എന്ന അനുമാനത്തിൽ എത്തിയത്. അതിനെ തുടർന്ന് നടന്ന ഉത്ഖനനത്തിൽ ഒരു വലിയ തോട്ടവും അതിൻ്റെ ഓരത്തുള്ള ഒരു കല്ലറയും കണ്ടെത്തി. ഗാർഡൻ ടോംബ് അസോസിയേഷൻ എന്ന ബ്രിട്ടീഷ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് അരിമത്തിയിലെ യോസഫിൻ്റേതെന്ന് കരുതപ്പെടുന്ന ഈ കല്ലറ ഇപ്പോൾ ഉള്ളത്. യേശുവിൻ്റെ ക്രൂശീകരണ സ്ഥലത്തെക്കുറിച്ചും അടക്കിയ സ്ഥാനത്തെക്കുറിച്ചുമൊക്കെ എക്കാലത്തും തർക്കങ്ങളുണ്ടായിരുന്നു എന്നത് ശരിയാണ്. ഇപ്പോൾ പഴയ നഗരത്തിൻ്റെ മതിലുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്ന് കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലം തൊട്ടേ കരുതപ്പെടുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ ചർച്ച് ഓഫ് ഹോളി സെപ്പൽക്കർ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ യേശു സ്വരക്തത്താൽ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവച്ച് കഷ്ടമനുഭവിച്ചു എന്ന ബൈബിൾ വാക്യമാണ് എബ്രായർ 13:12 ഇതിനോട് വിയോജിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം. മാത്രമല്ല, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള യോഗ്യതകളെല്ലാം തികഞ്ഞു വരുന്ന ഒന്നാണ് ഗാർഡൻ ടൂം എന്നറിയപ്പെടുന്ന ഈ ഞാൻ. വലിയ തിരക്കുള്ള ഒരു തെരുവോരത്താണ് ഗോർഡൻസ് കാൽവറി സ്ഥിതി ചെയ്യുന്നത്. അധികാരികളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ തെരുവോരങ്ങളിൽ പരസ്യ സ്ഥലത്ത് ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായിട്ടായിരുന്നു അങ്ങനെ അന്ന് ചെയ്യാറുണ്ടായിരുന്നത്. 2 പ്രധാനപ്പെട്ട തെരുവുകളുടെ സംഗമത്തിന് സമീപത്താണ് കാൽവറിയുടെ സ്ഥാനം. മാത്രമല്ല, യേശുവിനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. യോഹന്നാൻ 19:41. അരിമത്യക്കാരനും യഹൂദന്മാരുടെ കോടതിയായ സന്നിധിരീം സംഘത്തിലെ അംഗവുമായ യോസഫിൻ്റെതായിരുന്നു ഈ തോട്ടവും കല്ലറയും. തോട്ടത്തിൻ്റെ ഒരു അരികിലാണ് ഈ ഒറ്റപ്പാറയിൽ വെട്ടിയെടുത്ത യോസഫിൻ്റെ കുടുംബ കല്ലറ. 1867 ഭൂഗർഭ ഗവേഷണത്തിലൂടെ കാതലിൻ കെനിയൻ എന്ന വനിതയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘം ഈ കല്ലറ ചികഞ്ഞെടുക്കുന്നത്. ഈ കല്ലറയ്ക്ക് 20 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കല്ലറയുടെ ഉള്ളിൽ നാം പ്രവേശിച്ചാൽ അവിടെ വിലാപ സംഘത്തിന് ഇരിക്കുവാൻ വേണ്ടി പ്രത്യേക സ്ഥലമുണ്ട്. അതിൻ്റെ വലതുഭാഗത്തായി 3 മൃതദേഹങ്ങൾ വയ്ക്കുവാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ ഉണ്ട്. ചക്ര ആകൃതിയിലുള്ളൊരു കവാടമാണ് കല്ലറയ്ക്കുള്ളത്. ഇപ്പോൾ എൻ്റെ മുൻപിൽ തടി കൊണ്ട് നിർമ്മിച്ച ഒരു കവാടമാണുള്ളത്. ഇരുൾ മൂടുമ്പോൾ ഈ കവാടം അടയ്ക്കും. അപ്പോൾ പുറത്തു നിൽക്കുന്ന ആർക്കും ആ വാതിലിലെ കുറിപ്പ് കാണാം: ഹീ ഈസ് നോട്ട് ഹിയർ, ഹീ ഈസ് റിസൺ. ഈ ഉയിർപ്പിൻ്റെ സന്ദേശമാണ് ക്രിസ്തുവിനെ ഇതര ലോക നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കവി പാടിയതുപോലെ, ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഇന്ന് ഉയരത്തിൽ വാഴുന്ന യേശു അനധിവിദൂര ഭാവിയിൽ മടങ്ങിവരും, തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരെ തൻ്റെ അടുത്തേക്ക് ചേർക്കുവാൻ വേണ്ടി. നമുക്കും അതിനായി ഒരുങ്ങാം.